ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രിൽഡ് ബാർബക്യൂ കാനിലിട്ട് കത്തിച്ച് ചെയ്യുന്ന സാധാരണ ഗൾഫ് കൺട്രീസിലൊക്കെയാണ് അല്ലേ ഇത്? ഗൾഫ് ഇതൊരു അറബിക് സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു അറബിക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അറബിക് സലാഡ് വരും. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഞങ്ങൾ ദുബൈയിൽ ഷോയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എനിക്ക് നമ്മുടെ മനോജ് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ പോയിട്ട് ഇതുപോലെ ബാർബിക്യൂ ചെയ്തിരുന്നു. കനലൊക്കെ ഇട്ട് കത്തി, അത് പക്ഷെ നമ്മൾ കൊണ്ടുപോകും. അത് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെക്കുന്ന ഇതുണ്ട്. അപ്പം ഫുൾ കോഴിയാണ് വെക്കുന്നത്. നമ്മളിപ്പോ ഇതിന് ഒരു നമുക്ക് അത്യാവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ബാർബിക്യൂ നമുക്കറിയാം ഇപ്പോൾ വളരെ സുലഭമായിട്ട് എന്ന് പറഞ്ഞു തുടങ്ങാറായിട്ടുണ്ട്. കാരണം പലർക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല ഷോപ്സിലൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടാറുണ്ട് ബാർബിക്യൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് കനലിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് വളരെ സജ്ജമായിട്ട് ഗസ്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചിക്കനാണ്. ചിക്കൻ്റെ ലെഗ് പീസ് ബോൺലെസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇത് ബോൺലെസ് ആണ്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് സോൾട്ട്, ഒത്തിരി ഒന്നും വേണ്ട. കുറച്ച് ഒരു എനിക്ക് ലെഗ് പീസ് നമ്മൾ എടുത്തിട്ട് ഡീബോൺ ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് കുറുകെ ഇങ്ങനെ വലിച്ചൂരെടുത്ത് ഇവിടെ നിന്ന് ഒരു കട്ടിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആദ്യം കുറച്ച് സോൾട്ട് ചേർത്തു. സോൾട്ട്, ഇത് ജീര പൗഡർ, ജിഞ്ചറും ഗാർലിക്കും കൂടെ പേസ്റ്റ് ചെയ്തു ഈക്വൽ ക്വാണ്ടിറ്റി. ഒരു 1/2 ടീസ്പൂൺ കുമിങ് പൗഡർ. ഇവിടെ ഭയങ്കര ചൂടല്ല, ഞാൻ ഇപ്പുറത്തോട്ടിരിക്കും. ഓക്കെ, ഇത് കുരുമുളക് തരിയായിട്ട് പൊടിച്ചാണ്. ക്രഷ്ഡ് പെപ്പറാണ്, അതും ഒരു 1/2 ടീസ്പൂൺ. കുറച്ച് ബട്ടർ, ഒരു ടീസ്പൂൺ ബട്ടർ. കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ടെർമറിക് പൗഡർ. ഇത് അറബിക് സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അധികം മസാല, ഇന്ത്യൻ തണ്ടൂരി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ചാട്ട് മസാല, അങ്ങനെ കസ്തൂരി മേത്തി ഇതെല്ലാം ചേർക്കാറുണ്ട്. ഇത് കേട്, അപ്പോൾ ഒരു 2 ടീസ്പൂൺ കേട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നെറ്റിൻ്റെ മേളിലേക്ക്. പുതുമകൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആവേശത്തോടെ അല്പം അഹങ്കാരത്തോടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, ഇത് നമ്മൾ തിരിച്ച് പഴമയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ആൾക്കാർ ഈ ശിലായുഗത്തിലൊക്കെ ചുട്ട് കഴിച്ചിരുന്ന സമയത്ത് ആ ഒരു സംഭവം തന്നെയാണല്ലേ പറഞ്ഞാൽ. പിന്നെ അന്ന് ഇത്തരം അരപ്പുകളൊക്കെ ഒന്നും ഉണ്ടാവില്ല. പച്ചക്ക് അങ്ങനെ എടുക്കുക, ചുട്ട് കഴിക്കുക. ടേസ്റ്റ് പക്ഷെ വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് കുക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ജ്യൂസ് താഴോട്ട് പോകുമ്പോഴാണ് ഇത് കത്തി കയറി വരുന്നത്. അങ്ങനെയാണല്ലേ? നമ്മളിപ്പം ബട്ടർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബട്ടർ ഇതെല്ലാം ഉരുകി താഴോട്ട് പോകുന്നു. അത് ആ കനലിൽ ചെന്നിട്ട് കത്തി ആ സ്മോക്ക് വരുമ്പോൾ ചിക്കനിൽ പിടിക്കും. ഗെറ്റ് ഗുഡ് സ്മെൽ. ഒരു അറൗണ്ട് 20 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് പാകമായിട്ട് വരാനായിട്ട്. അതുപോലെ ജ്യൂസ് താഴേക്ക് വീഴുമ്പോഴാണ് ഇത് കണ്ടില്ല, ആ കനലിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ ആ പുക, സ്മോക്ക് അടിക്കുമ്പോൾ ഇതിൽ ഒന്നുകൂടെ ഇത് വരും. ആ സ്മോക്ക് വന്ന വിധത്തിൽ പിടിക്കും. അവർ നല്ല സ്മെല്ല് അടിക്കുന്നില്ലേ? അതാണ് ഇതിൻ്റെ ബാർബക്യൂവിൻ്റെ ഹൈലൈറ്റ് ശരിക്കും. അതാണ് നമുക്ക് എവിടെ നിന്നാലും അറിയാൻ പറ്റും സംവേഴ്സ് കുക്കിംഗ് ബാർബക്യൂ. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പാടാണിത്. ഇല്ല എങ്കിലും നമുക്ക് ഈ മാരിനേഷൻ ഇട്ടിട്ട് ഓവൻ ഉണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. പക്ഷെ അത് ഈ ഒരു ടെക്സ്ചർ കിട്ടില്ല. നമ്മളിപ്പോൾ ഇതിന് ചെയ്യാൻ വളരെ കാര്യമുണ്ട്. നമ്മൾ വല്ല കല്ലൊക്കെ കൂട്ടിയിട്ട്
കൂട്ടിയിട്ട് ഇതുപോലെ കത്തിച്ച്